കരുതലുണ്ട് സൂക്ഷിക്കുക എന്ന മുന്നറിയിപ്പുമായി പുറത്തിറങ്ങിയ കേരള പോലീസിന്റെ വീഡിയോ ആണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ജനശ്രദ്ധ ആകർഷിക്കുന്നത്. ഈ ഓറഞ്ച് പൂച്ചയുടെ വീഡിയോ കാണാത്തവർ ചുരുക്കമായിരിക്കും. AI ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറയെ. എന്നാൽ അതിൽ കേരള പോലീസ് മുന്നറിയിപ്പുമായി എത്തണമെങ്കിൽ അത്രയ്ക്ക് അപകടകാരിയാണ് ഈ ഓറഞ്ച് പൂച്ച. സഹജീവികളെ ചതിച്ച് കെണിയിലാക്കി മാരകമായി ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു AI ക്രിയേറ്റഡ് പൂച്ചയാണിത്. ഇതിലിപ്പോൾ എന്താ ഇത്ര പ്രത്യേകത? സാധാരണ വീഡിയോ അല്ലേ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ അതല്ല, അതിനു പിന്നിൽ ഒരു കഥയുണ്ട്. ഒരു ക്ലാസ്സിലെ കുട്ടി ദിവസവും മറ്റുള്ളവരെ പേന കൊണ്ട് കുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. മറ്റുള്ളവർ കരയുന്നവരെ പേന കൊണ്ട് കുത്തും. എത്ര വഴക്കു പറഞ്ഞാലും കുട്ടിക്ക് കൂസലില്ല. കുട്ടിയുടെ ഈ അസ്വാഭാവിക പെരുമാറ്റത്തിന്റെ കാരണമറിയാൻ അധ്യാപകർ രക്ഷിതാക്കളെ വിളിച്ചു നടത്തിയ അന്വേഷണം എത്തിയത് ഈ ഓറഞ്ച് പൂച്ചയിലാണ്. സഹജീവികളെ ചതിച്ച് കെണിയിലാക്കുന്ന പൂച്ച. ഉറ്റ സുഹൃത്തുക്കളെ ഭക്ഷണത്തിന് വീട്ടിലേക്ക് ക്ഷണിച്ച് മദ്യം നൽകി മയക്കി കൊല്ലുന്നതായി ഒട്ടുമിക്ക വീഡിയോകളുടെയും ഉള്ളടക്കത്തിലുള്ളത്. ഈ വീഡിയോയ്ക്ക് കുട്ടികളും മുതിർന്നവരുമടക്കം നിരവധി ആരാധകരാണ്. ഇത്തരം ക്രിമിനൽ ഉള്ളടക്കമുള്ള വീഡിയോകൾ നമ്മുടെ കുട്ടികൾ കാണുന്നതിലൂടെ അവരുടെ സ്വഭാവത്തിലും മാറ്റം വരുന്നു. ഇത്തരം വീഡിയോകൾ ചെറുപ്പത്തിൽ തന്നെ അനുകരണ ചിന്ത വളർത്താനും മറ്റുള്ളവരെ ആക്രമിക്കുവാനും പ്രേരണയാകുന്നു. കൂടാതെ മറ്റുള്ളവരുടെ വേദനയിലും സന്തോഷിക്കുന്ന ക്രിമിനൽ സ്വഭാവം ഉടലെടുക്കുന്നു എന്നാണ് വിലയിരുത്തലുകൾ. കുട്ടികൾ എന്ത് കാണുന്നു എന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കുകയും ആപ്പുകളിൽ പാരന്റൽ കൺട്രോൾ ഫീച്ചർ ഇടുകയും വേണം. കൂടാതെ കുട്ടികളിലെ മാറ്റങ്ങൾ ശ്രദ്ധിച്ച് രക്ഷിതാക്കൾ അധ്യാപകരെ അറിയിക്കണം. സ്നേഹിക്കാനും സഹപാഠികളെ മനസ്സിലാക്കാനും കഴിവുള്ള ഒരു തലമുറയെ നമുക്ക് വേണം.